ഹലോ മച്ചന്മാരെ, ഇന്ന് രാവിലെ തന്നെ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിലെത്തി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവെ വലിയ തിരക്കൊന്നുമില്ല ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും. ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്ന് വെയിൽ ദിവസമായിരുന്നു. കൂട്ടുകാരടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിഞ്ഞാലക്കുട ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് 2 വാടകയെടുത്തതിന് ശേഷം നേരെ സ്കൂൾ ബസ് കയറാൻ പോയി. അപ്പോൾ ഈ സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ശാന്തിനികേതൻ പബ്ലിക് സ്കൂൾ CBSE ആണ്. നമ്മുടെ ഇരിഞ്ഞാലക്കുട കാട്ടൂർ റൂട്ടിൽ പോകുന്ന വഴിക്കാണ് ഈ സ്കൂളുള്ളത്. അപ്പോൾ ഈ വർഷത്തെ 100% വിജയം കൈവരിച്ച സ്റ്റുഡൻസിൻ്റെ ഫോട്ടോസാണ് നമ്മൾ കണ്ടത്. അങ്ങനെ നേരെ ഞാൻ ബസ്സിൻ്റെ ചാവി എടുക്കാൻ പോയി. സെക്യൂരിറ്റി റൂമിലാണ് ചാവി ഇരിക്കുന്നത്. ഈ ശാന്തിനികേതൻ സ്കൂൾ ഇരിഞ്ഞാലക്കുട അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് സ്കൂളാണ്. CBSE ആയതുകൊണ്ട് തന്നെ നല്ല ടീച്ചിങ് ആണ് ഇവിടെ. പഠിത്തം പോലെ തന്നെ സ്പോർട്സിനും അതിയായ പ്രാധാന്യം ഈ സ്കൂൾ കൊടുക്കുന്നുണ്ട്. സകല ഐറ്റംസും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് കളരിപ്പയറ്റ്, യോഗ, കരാട്ടെ. KG മുതൽ +2 വരെയാണ് ഈ സ്കൂളിലുള്ളത്. ഈ സ്കൂൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ്. അതായത് കാം ആൻഡ് ക്വയറ്റാണ് ഈ സ്കൂൾ. ഞാനിവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് പറയുകയാണെന്ന് വിചാരിക്കരുത്, നല്ല അടിപൊളി സ്കൂളാണ്. അങ്ങനെ ഞാൻ നേരെ ബസ്സുകളുടെ അടുത്തേക്ക് നീങ്ങി. അപ്പം എന്നെക്കാൾ മുന്നേ വന്ന സണ്ണേട്ടനും പുതിയ ഡ്രൈവറും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഏഷ്യറാണ് എൻ്റെ വണ്ടി. അപ്പോൾ ഞങ്ങൾ ഡ്രൈവർമാർ രാവിലെ എത്തിക്കഴിഞ്ഞാൽ വണ്ടിയെ നന്നായി നോക്കും. അതായത് വണ്ടിക്ക് എന്തെങ്കിലും പഞ്ചറോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കും. പിന്നെ 6 വീലാണ്. അപ്പോൾ 6 വീലിൽ ഫ്ലൂഡ് ലീക്ക് ഉണ്ടോ നോക്കും. ഫ്ലൂഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് കിട്ടില്ല. അപ്പോൾ ഫ്ലൂഡ് ലീക്ക് ഉണ്ടോ നോക്കും. അതിനുശേഷം പിന്നെ നോക്കുന്ന വണ്ടിയുടെ ഉള്ളിലാണ്, അതായത് എൻജിൻ റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയുടെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഇവിടെയാണ് എൻജിൻ റൂം വരുന്നത്, അതായത് എൻജിൻ ബോണറ്റ് വരുന്നത്. ഈ ബസ് വരുന്നത് ഒരു 28 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ബസ്സാണ്. അങ്ങനെ നമുക്ക് ഇനി ബോണറ്റ് തുറന്ന് നോക്കാം. അവിടെ ഇനി എന്താ നോക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ റേഡിയേറ്ററിലെ വെള്ളം ചെക്ക് ചെയ്യണം. വെള്ളം ഇല്ലെങ്കിൽ പണി കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ വെള്ളം ചെക്ക് ചെയ്യുന്നു. വെള്ളമുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അതും ചെക്ക് ചെയ്യണം. അതും ഓയിലില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഓയിൽ ഇത്തിരി വേച്ച കുറവാണ്. അപ്പോൾ ആ കാര്യം ഞാൻ വർഗീസേട്ടനെ വിളിച്ച് വന്നു. വർഗീസേട്ടൻ നമ്മുടെ ഡ്രൈവേഴ്സിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചാർജുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം വന്ന് ഓയിൽ ഒഴിച്ചു. ഇപ്പോൾ ഓക്കെ ആയി. ഇനി അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് ബസ്സിലെ പൊടികൾ അടിച്ച് കളയാതെ ക്ലീൻ ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട്. കാരണം ഇത്ര ദിവസം ബസ് കയറി കിടന്ന കാരണമാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ ചാവിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടോ നോക്കണം. അതിന് മുന്നേ നമ്മൾ ഫ്ലൂഡ് ചെക്ക് ചെയ്യണം. ഫ്ലൂഡ് കുറവുണ്ടോ നോക്കണം. ഇതാണ് ബ്രേക്ക് ഫ്ലൂഡ്. അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പഴയമുള്ള ഏഷ്യറിൻ്റെ വരുന്നത്. ഫ്ലൂഡ് കുഴപ്പമില്ല. അടുത്തായി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബാറ്ററിക്ക് കുഴപ്പമില്ല, ഒറ്റയടിക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വണ്ടി ഫോർവേഡ് എടുക്കണം. അപ്പോൾ 2 മിററും ചെക്ക് ചെയ്തതിന് ശേഷം, അതായത് ബാക്കൊക്കെ നോക്കി വണ്ടി ഷെഡിൽ നിന്ന് ഇറക്കി നേരെ വാഷ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് മുന്നേ 11 നമ്പർ ബസ്സായ ചുള്ളിയാട്ടം അദ്ദേഹം ചെറിയ നാടകം അങ്ങനെയുള്ള പരിപാടികൾ എന്താ ഭംഗി സ്കൂളിൽ അല്ലേ. അപ്പോൾ നാടകനാണ്. അപ്പോൾ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന എല്ലാ പിള്ളേർക്കും ഈ സ്കൂളിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ ബസ് വാഷ് ചെയ്ത് കഴിഞ്ഞു, നേരെ ഷെഡിൽ കൊണ്ടിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി നാളെ കാണാം. ബൈ ബൈ.